പാപ്പിനിശ്ശേരി മേൽപ്പാലം അറ്റകുറ്റപ്രവൃത്തി പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധം. പഴയങ്ങാടി മാട്ടൂൽ കണ്ണൂർ റൂട്ടിൽ ഓടുന്ന സ്വകാര്യ ബസ്സുകൾ മാർച്ച് 30-ന് സൂചനാ പണിമുടക്ക് നടത്തും. എത്രയും വേഗം അറ്റകുറ്റപ്രവൃത്തി പൂർത്തിയാക്കിയില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുമെന്നും തൊഴിലാളികൾ പറഞ്ഞു. 2 മാസത്തോളമായി പാപ്പിനിശ്ശേരി മേൽപ്പാലം അറ്റകുറ്റപ്രവൃത്തികൾക്കായി അടച്ചിട്ടിട്ട് പൂർണ്ണമായും ഗതാഗതം നിരോധിച്ചുകൊണ്ടുള്ള അറ്റകുറ്റപ്രവൃത്തിയാണ് പുരോഗമിക്കുന്നത്. 1 മാസത്തിനകം പ്രവൃത്തി പൂർത്തിയാകുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നുവെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥരുൾപ്പെടെ എത്തി നടത്തിയ പരിശോധനയിൽ പാലത്തിൽ കൂടുതൽ അപാകതകളുണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു. അപാകതകൾ പരിഹരിച്ചുകൊണ്ടുള്ള പ്രവൃത്തിയാണ് നിലവിൽ പുരോഗമിക്കുന്നത്. പാലം പ്രവൃത്തി മന്ദഗതിയിലാണെന്ന ആക്ഷേപമാണ് ഉയർന്നത്. എന്ന് പ്രവൃത്തി പൂർത്തിയാകുമെന്ന ഉറപ്പും നിലവിൽ ലഭിച്ചിട്ടില്ല. പഴയങ്ങാടിയിൽ നിന്നും കണ്ണൂരിലേക്ക് സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾ ഇരിണാവ് ഗേറ്റ് വഴിയാണ് നിലവിൽ പോകാറുള്ളത്. ഗേറ്റ് അടച്ചാൽ അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും. കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിച്ചാണ് കണ്ണൂരിലെത്തേണ്ടത്. തിരിച്ച് പഴയങ്ങാടിയിലെത്താനും ഇതുതന്നെയാണ് വഴി. പലപ്പോഴും സമയക്രമം പാലിക്കാൻ സാധിക്കാത്തത് വലിയ പ്രയാസമുണ്ടാക്കാറുണ്ടെന്ന് തൊഴിലാളികൾ പറയുന്നുണ്ട്. പാലം അറ്റകുറ്റപ്രവൃത്തി പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് പഴയങ്ങാടി മാട്ടൂൽ കണ്ണൂർ റൂട്ടിലോടുന്ന ബസ്സുകൾ 30-ന് സൂചനാ പണിമുടക്ക് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. പാലത്തിന്റെ പണി മന്ദഗതിയിലാണ് നടക്കുന്നത്. ആയതിനാൽ നമ്മൾ അധികാരികളോട് മുന്നേ പറയില്ലേ, എത്രയും യുദ്ധകാലാടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് പണി തീർത്ത് പാലം വാഹനം പോകുന്നതിനുള്ള ഗതാഗത യോഗ്യമാക്കുന്നതിന് വേണ്ടി എത്രയും പെട്ടെന്ന് പരിശ്രമിക്കുന്നത് വിനീതമായി അപേക്ഷിക്കുന്നു. ഇതിന് മുന്നോടിയായി ശനിയാഴ്ച ബസ് കണ്ണൂർ മാട്ടൂൽ പഴയങ്ങാടി റൂട്ടിലെ തൊഴിലാളികൾ ഒന്നടങ്കം ബസ് സർവീസ് നിർത്തിവെച്ച് ഒരു സൂചനാ പണിമുടക്ക് നടത്തുന്നതായിരുന്നു. പാലം പ്രവൃത്തി വേഗത്തിൽ പൂർത്തിയാക്കിയില്ലെങ്കിൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് പോകേണ്ടി വരുമെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.